നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിബന്ധനകൾ ദിനംപ്രതി കർശനമാക്കുകയാണ് സൗദി അറേബ്യ. സന്ദർശന വിസകളിൽ സൗദിയിലെത്തിയവർക്ക് വിസ പുതുക്കണമെങ്കിൽ തന്നെ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ടതുണ്ടെന്ന് സൗദി അറേബ്യയുടെ ആരോഗ്യ ഇൻഷുറൻസ് കൗൺസിൽ അറിയിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ സന്ദർശക വിസ നീട്ടാൻ അപേക്ഷിക്കുമ്പോൾ നീട്ടുന്ന കാലാവധിയിലേക്കുള്ള ഒരു പുതിയ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുകയും ജനറൽ ഡയറക്ടർ ഓഫ് പാസ്പോർട്ടിന്റെ വെബ്സൈറ്റുമായി അതിനെ ബന്ധിപ്പിക്കുകയും വേണമെന്ന് ആരോഗ്യ ഇൻഷുറൻസ് കൗൺസിൽ അതിന്റെ ട്വിറ്റർ അക്കൗണ്ട് വഴി നൽകിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയുണ്ടായി. അതായത് തൗനിയ, ബൂപ്പ, മെഡ്ഗൾഫ്, ഗൾഫ് യൂണിയൻ, അറേബ്യൻ ഷീൽഡ് കോ ഓപ്പറേറ്റീവ് ഇൻഷുറൻസ്, അറേബ്യൻ കോ ഓപ്പറേറ്റീവ് ഇൻഷുറൻസ്, അൽ ഇത്തിഹാദ് കോഓപ്പറേറ്റീവ്, അൽ സഗർ കോഓപ്പറേറ്റീവ് ഹെൽത്ത് ഇൻഷുറൻസ്, എക്സ് കോഓപ്പറേറ്റീവ്, അലൈഡ് കോഓപ്പറേറ്റീവ് ഇൻഷുറൻസ് ഗ്രൂപ്പ്, അൽ റാജ്കി തകാഫുൽ വല, സൗദി ഇനായ തുടങ്ങിയ സൗദിയിലെ ലൈസൻസ് ഉള്ള ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്നതാണ്. സൗദി അറേബ്യയിൽ വിസിറ്റ് വിസയിൽ എത്തുന്നവർക്ക് വിസിറ്റ് വിസയുടെ കാലാവധി ദീർഘിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട്സ് അനുമതി നൽകുകയും ചെയ്തിരുന്നു. കൂടാതെ നിലവിലെ വിസയുടെ കാലാവധി തീരുന്നതിന് 7 ദിവസം മുമ്പ് കാലാവധി നീട്ടുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്ന് നിബന്ധനയോടെയായിരുന്നു ഇത്. വിസ നീട്ടുന്നതിനോടൊപ്പം അതിനനുസൃതമായി മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണമെന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിസിറ്റ് വിസ സ്പോൺസർ ചെയ്ത ആതിഥേയന്റെ അബ്ഷിർ പ്ലാറ്റ്ഫോം അക്കൗണ്ട് വഴി തന്നെയാണ് വിസ ദീർഘിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടത്. അതേസമയം ആകെ വിസ കാലാവധി 180 ദിവസത്തിൽ കവിയാത്ത നിലയിൽ മാത്രമേ വിസിറ്റ് വിസകൾ ദീർഘിപ്പിച്ച് നൽകുകയുള്ളൂ. വിസിറ്റ് വിസയിൽ സൗദിയിലെത്തിയത് മുതലുള്ള കാലാവധിയാണ് ഇക്കാര്യത്തിൽ പരിഗണിക്കുക. സൗദിയിലെത്തിയ ശേഷം പരമാവധി 180 ദിവസം രാജ്യത്ത് തങ്ങാനാവുന്ന രീതിയിൽ വിസ കാലാവധി നീട്ടി നൽകും. അതിനുള്ള നിശ്ചിത ഫീസ് മാത്രം അടച്ചാൽ മതിയാവും. അതേസമയം സിംഗിൾ എൻട്രി വിസിറ്റ് വിസകളിൽ സൗദിയിലെത്തുന്നവർക്ക് രാജ്യത്ത് താമസിക്കാവുന്ന കാലാവധി 3 മാസമായി വർദ്ധിപ്പിക്കാനുള്ള ശുപാർശയ്ക്ക് മന്ത്രിസഭായോഗം കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. ട്രാൻസിറ്റ് വിസകളിൽ എത്തുന്നവരുടെ താമസ കാലാവധി 96 മണിക്കൂറായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിസ സംവിധാനത്തിലെ മാറ്റത്തിന് കൗൺസിൽ അംഗീകാരം നൽകിയിരുന്നു. എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള വിസിറ്റ് വിസകളുടെ സിംഗിൾ എൻട്രിക്ക് ക്യാബിനറ്റ് തീരുമാനം ബാധകമായിരിക്കും. വിസ ഘടനയിലെ ഭേദഗതികൾ അനുസരിച്ച് സന്ദർശനത്തിനായുള്ള ട്രാൻസിറ്റ് വിസയുടെ സാധുത 3 മാസമായിരിക്കും. ഈ വിസയിൽ എത്തുന്നവർക്ക് സൗജന്യമായി 96 മണിക്കൂർ വരെ സൗദിയിൽ തങ്ങാനും സൗകര്യമുണ്ട്. ഇതുകൂടാതെ വിസിറ്റ് വിസ സമയത്തിന് പുതുക്കാതെ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്നവരിൽ നിന്ന് വലിയ തുക പിഴ ഈടാക്കുമെന്നും അധികൃതർ അറിയിച്ചു. കാലാവധി കഴിഞ്ഞ് 3 ദിവസം മുതലാണ് പിഴ ഈടാക്കി തുടങ്ങുക. 15,000 ദിർഹം വരെയായിരിക്കും പിഴ. അവരെ സൗദിയിൽ നിന്ന് നാട് കടത്തുകയും ചെയ്യും. അതേസമയം ആരോഗ്യപരമായ കാരണങ്ങളാലാണ് യാത്ര മുടങ്ങിയതെങ്കിലും രേഖാമൂലം അപേക്ഷ നൽകിയാൽ പിഴ ഒഴിവാക്കി നൽകും. അതേസമയം വിസിറ്റ് വിസ ഇഖാമയാക്കി മാറ്റാൻ സാധിക്കുകയില്ലെന്നും അധികൃതർ അറിയിച്ചു. ഒരു സാഹചര്യത്തിൽ മാത്രമാണ് അതിന് അനുമതി നൽകുക. മാതാപിതാക്കൾ നിയമാനുസൃത ഇഖാമകളിൽ സൗദിയിൽ കഴിയുന്നവരാണെങ്കിൽ 18 വയസ്സിൽ കുറവ് പ്രായമുള്ള കുട്ടികളുടെ വിസിറ്റ് വിസ ഇഖാമയാക്കി മാറ്റാൻ സാധിക്കും. മറ്റു സാഹചര്യങ്ങളിലൊന്നും വിസിറ്റ് വിസ ഇഖാമയാക്കി മാറ്റാൻ കഴിയില്ലെന്നും ജവാസാത്ത് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്.